വ്യാവസായിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾക്ക് രൂപം നൽകുന്ന DPIIT അഥവാ ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് എന്ന വകുപ്പാണ് ഫുട്വെയർ രംഗത്തെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനുള്ള സംരംഭത്തിന് പിന്നിൽ. ചെന്നൈയിലെ സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് രാജ്യത്തിന് സ്വന്തമായൊരു ഷൂ സൈസിംഗ് സിസ്റ്റം രൂപപ്പെടുത്താനാണ് ശ്രമം. ഭാരതം എന്നർത്ഥം വരുന്ന ഭ എന്ന പേരിലാണ് ഇന്ത്യയുടെ ഷൂ സൈസിംഗ് സിസ്റ്റം രൂപപ്പെടുത്തുക. നിലവിൽ UK, യൂറോപ്യൻ, US സൈസിംഗ് സിസ്റ്റമാണ് ഇന്ത്യ പിന്തുടരുന്നത്. സ്വന്തം സിസ്റ്റം വരുന്നതിലൂടെ വിപ്ലവകരമായ മാറ്റം ഈ രംഗത്ത് കൊണ്ടുവരാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ആഗോളതലത്തിൽ ചെരുപ്പ് ഉത്പാദനത്തിൽ 2ാം സ്ഥാനത്തും ചെരുപ്പിന്റെ കയറ്റുമതിയിൽ 9ാം സ്ഥാനത്തുമാണ് ഇന്ത്യ. ഉത്പാദനത്തിൽ 1ാം സ്ഥാനത്ത് ചൈനയാണ്. അടുത്തിടെ ഇന്ത്യക്കാരുടെ പാദങ്ങളെക്കുറിച്ച് നടത്തിയ രാജ്യവ്യാപക സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ഷൂ സൈസിംഗ് സംവിധാനം രൂപപ്പെടുത്താനുള്ള തീരുമാനം. ഇന്ത്യൻ വനിതകളുടെ കാലിന്റെ വളർച്ച ശരാശരി 11 വയസ്സിലും പുരുഷന്റേത് 15 മുതൽ 16 വരെയുള്ള പ്രായത്തിലുമാണ് പൂർണ്ണതയിലെത്തുന്നത് എന്നാണ് സർവേയിൽ ലഭിച്ച ധാരണ. ഇന്ത്യക്കാരുടെ പാദങ്ങൾ യൂറോപ്യൻ, അമേരിക്കൻ പാദങ്ങളെക്കാൾ വലുപ്പമുള്ളതാണ്. അതായത് അവരുടെ പാദങ്ങൾ നീണ്ടതും മെലിഞ്ഞതുമായിരിക്കുമ്പോൾ ഇന്ത്യക്കാരുടേത് താരതമ്യേന നീളം കുറഞ്ഞതും പരന്നതുമാണ്. ചുരുക്കത്തിൽ വിദേശികളുടെ ഷൂ സൈസിംഗ് സിസ്റ്റം പിന്തുടരുന്നതിനാൽ നമുക്ക് നീളം കൂടിയതോ അനുയോജ്യമല്ലാത്തതോ ഇറുകിയതോ ആയ പാദരക്ഷകൾ മിക്കപ്പോഴും ധരിക്കേണ്ടി വരുന്നു. ഓൺലൈനിൽ വാങ്ങുന്ന ഷൂസുകളിൽ 50% സൈസിന്റെ പ്രശ്നത്തിൽ തിരിച്ചയക്കുന്ന സാഹചര്യവുമുണ്ട് എന്നുകൂടി ചേർത്ത് വായിക്കാം. വ്യായാമത്തിനും കായിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന സ്നീക്കേഴ്സ് വിഭാഗത്തിലുള്ള ചെരുപ്പുകൾക്ക് രാജ്യത്ത് പ്രിയമേറെയാണ്. ഇവ ഏറെ പേരും ദൈനംദിന ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. പാദങ്ങൾക്ക് സുഖകരമായ അനുഭവം നൽകുന്നു എന്നതാണ് ഇവയുടെ പ്രത്യേകത. സ്നീക്കറുകൾ വിദേശികളുടെ സംഭാവനയാണെങ്കിൽ ഇന്ത്യക്ക് സ്വന്തം ഭാ രൂപപ്പെടുന്നു 2025ഓടെ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.